Good morning. Okay. ഞാനിവിടെ കയറിയപ്പോ നിങ്ങളുടെ മെസ്സേജ് അല്ല നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തോ പുതിയ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാത്രിക്കുട്ടി സംസാരിക്കണ്ടായിരുന്നു. ഓക്കെ, അതിനെന്താ കുഴപ്പം? ഞാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് വന്ന് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റെക്കോർഡ് മോഡാവാതെ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഷെയർ ചെയ്തത് കറക്റ്റ് പേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് മൗസ് ഇവിടെ സ്റ്റക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടതാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ മറികടന്ന് നിങ്ങൾ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടുമ്പോഴാണെങ്കിലും എല്ലാവരും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് തോന്നി. ആതിരക്കുട്ടിയൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ തോന്നിട്ടോ. ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ചെയ്യുന്ന കാര്യവും ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ രീതിക്ക് തന്നെയൊക്കെ ചെയ്യാം. പിന്നെ ആരാണ് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. മോക്ക് ടെസ്റ്റ് കുറെ പെൻഡിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ തുടങ്ങിയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നല്ലതാണ്. അപ്പൊ നമുക്ക് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ലേ. അപ്പൊ നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കാനോ എന്തെങ്കിലും ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് നല്ല ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഈ പേജ് ഒന്ന് എടുത്ത് വരട്ടെ കേട്ടോ പിള്ളേരെ. 5ാമത്തെ ചാപ്റ്റർ എത്തിയോളൂ. മൗസ് നീങ്ങി വന്നില്ല. ഈ സ്ക്രീൻ ആണെങ്കിലും വലിയതായിട്ട് കിടക്കും. ഡയാലിസിസ് പേജ് നമ്പർ 50. എത്രാമത്തെ ചാപ്റ്റർ ഇവിടെയെല്ലാം കിടക്കുന്നത്? ഓക്കെ, ഡയാലിസിസ് എത്തിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ക്രീനൊക്കെ വലിയതായി കുറച്ച്. ഓക്കെ, നിങ്ങളുടെ 47 ആണ് അല്ലെ? ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് 50 ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആതിര മിസ് തുടങ്ങിയെന്നാണ് പറഞ്ഞത് അല്ലെ, ഡയാലിസിസ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാക്കി സെക്ഷനിലേക്ക് പോകാം. അപ്പോ ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡിൽ നിന്ന് നമുക്ക് മിസ്സിന്റെ ക്ലാസ് പെൻഡിങ് ആണ്. ചാപ്റ്റർ സമയം റെക്കോർഡ് ക്ലാസ് അല്ല, അത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുമല്ലോ സമയം പോലെ. ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയല്ലേ, അപ്പൊ ജസ്റ്റ് സമയം കിട്ടുമ്പോ നിങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മുടെ യൂറിയ, ലവണങ്ങള്, എക്സസ് വാട്ടർ ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ, വേസ്റ്റിന് പുറത്തുള്ള. അപ്പൊ ഇനി നമുക്ക് ഈ കിഡ്നിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും കിഡ്നി ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുമ്പോൾ നോർമൽ ആയിട്ട് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. കിഡ്നി എന്താ ചെയ്യുന്നേ? നമ്മുടെ ശരീരത്തില് ബ്ലഡിലുള്ള യൂറിയ, ലവണങ്ങള്, എക്സസ് വാട്ടർ ഇതിനെയൊക്കെ നമ്മൾ പുറത്ത് കളയുന്ന വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട വിസർജന അവയവം. സ്ക്രീൻ കാണാൻ പറ്റല്ലേ നിങ്ങക്ക്? ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റക്കാണോ? ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. കൂടി ഷെയർ ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വരുമ്പോ നമ്മുടെ ക്ലാസ് അത് സ്മൂത്ത് ആയിട്ട് പോവില്ല. ഞാൻ വന്ന് സ്റ്റെക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. ഒന്നുകൂടെ നോക്കട്ടെ. നോക്കിയാണോ നോക്കട്ടെ. നിങ്ങളിപ്പോ ഒന്ന് ടെക്സ്റ്റ് എടുത്ത് വെക്കാം കേട്ടോ. എന്നാ ഇപ്പൊ ആയിക്കോളും. ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കാം. ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തരാം. ആയിട്ടില്ല ഇവിടെ. ഓക്കെ, ഇത്തിരി കഴിയുമ്പോ ഒന്നുകൂടെ നോക്കാം. ഇപ്പൊ ടെക്സ്റ്റ് എല്ലാവർക്കും കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കാം ഷെയറിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഉണ്ട്. ടെക്സ്റ്റ് എടുത്തോ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? അപ്പൊ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. കിഡ്നി ഫെയിലിയർ ആയിട്ടോ
എന്തെങ്കിലും കിഡ്നിക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ആ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് ഒരു മെഷീന്റെ സഹായത്തോട് കൂടി ചെയ്യുന്നതാണ് ഇത് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന നോർമൽ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് വേസ്റ്റിനെയൊക്കെ പുറത്ത് കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അത് ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പൊ അങ്ങനെ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകള് നമ്മളൊരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒക്കെ വീട്ടിലോ നിങ്ങളുടെ റിലേഷനിലോ ആരെങ്കിലും ഒക്കെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ട്. ആ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, അപ്പൊ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ നോർമലി കിഡ്നിക്ക് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്തപ്പോൾ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് നമ്മൾ ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് റഹ്മാൻ ഇട്ടിട്ട് മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ വേസ്റ്റിന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിലോ ഡയാലിസിസ് സെന്ററിലോ ചിലര് വീട്ടിലായിരിക്കും ചെയ്യുന്നത്, വീടുകളിലാണെങ്കിലും ചെയ്യാം. അതിപ്പോ നമുക്ക് ആരാണ്, ഡോക്ടറാണ് നിർണ്ണയിക്കുന്നത് എവിടെ വെച്ചിട്ട് വേണം ഡയാലിസിസ് ചെയ്യാൻ, ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് എത്രത്തോളം വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ അനുസരിച്ച് ഡയാലിസിസിന്റെ നമ്മുടെ ആ പേഷ്യന്റിന്റെ ബോഡിയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നതിനൊക്കെ വെച്ചിട്ട് ഡോക്ടറാണ് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണം. എന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് വീട്ടിൽ വേണോ ഡയാലിസിസ് സെന്ററിൽ വേണോ ഹോസ്പിറ്റലിൽ വേണോ, അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ പറയും. ഇനി രണ്ട് തരത്തിലുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആണ് പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്, റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, അല്ലെ, അക്യൂട്ട് റീനൽ ഫെയിലിയർ പറഞ്ഞു. ഈയിടെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ട് കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഡയാലിസിസ് പ്രയോജനപ്രദമാകും. അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ്. ഇപ്പൊ എന്തെങ്കിലും എലിപ്പനി വന്നു, പാമ്പുകടി ഏറ്റു, അപ്പൊ എന്താ പറയാ ആ വേസ്റ്റിനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശമൊക്കെ പുറത്ത് കളയണം. അത് നമുക്കപ്പോ കിഡ്നിക്ക് അത് നോർമൽ എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാല് അത് എന്താ പറയാ ഡയാലിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പുറത്ത് കളയാം. അതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ചിലപ്പോ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മാക്സിമം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നിർത്താം. പിന്നെ നമ്മുടെ കിഡ്നി ഓക്കെ ആയി കഴിയുമ്പോൾ കിഡ്നി തന്നെ ചെയ്തുകൊള്ളും. അതാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി ആർക്കാണ്, the patient who have permanently lost kidney function. കിഡ്നി ഫങ്ഷൻ പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുന്നവരില്ലേ, അവർക്കും ആ പേഷ്യൻസിനും ഡയാലിസിസ് പ്രയോജനപ്രദമാണ്, അല്ലെ. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ, അപ്പൊ അവർക്ക് എന്താ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അപ്പൊ അവർക്ക് എത്ര നാൾ ആയുസുണ്ട് അത്ര നാളും അവര് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. അതിനെ മിസ് എടുത്തതാണ്, ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്, അത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. AKI എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അത് പിന്നെ എൻഡ് സ്റ്റേജ് ESKD അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങള് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ നോർമൽ കിഡ്നി ചെയ്യുന്നതിന്റെ 10-15% മാത്രമേ നോർമൽ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുള്ളൂ. അതാണ് ESKD എന്ന് പറയുന്നത്. കിഡ്നി 100% പ്രവർത്തിക്കുന്നതാണ് നമ്മുടെയൊക്കെ കിഡ്നി. അതിന്റെ 10-15% മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോ എന്താണ്, അവിടെ കിഡ്നിയുടെ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം അതിന് പകരം ഡയാലിസിസ് ആ പറയുന്നത്, അല്ലെ. അപ്പൊ അയാള് ഈ ഡയാലിസിസിലൂടെ നമുക്ക് കിഡ്നി ചെയ്യുന്ന അതേ പ്രോസസ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അവർക്ക് തിരിച്ചൊരു വരവില്ല. അതായത് പിന്നീട് അവർക്ക് ജീവിതാവസാനം വരെ അവരുടെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വരും. ആ രണ്ട് കണ്ടീഷനാണ്. പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. അതിലൊന്നും സംശയമൊന്നുമില്ലല്ലേ. ഡയാലിസിസിലാണോ? അതെ,
സുവർണക്കുട്ടിയുടെ ഡയാലിസിസ് എവിടെയാണ് എന്തോ ജോലി എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി അടുത്ത ഫങ്ഷൻസ് നമ്മൾ മിസ് പറഞ്ഞു തന്നു. അത് ഇനി സംശയമുണ്ടോ? മൊത്തം പറയണോ? ഞാൻ ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ആ ചാപ്റ്ററിലേക്ക് എത്തിക്കലെയാണോ? കുറച്ച് നാളായി അത് എടുക്കാതെ ഇരുന്നുകൊണ്ടേ. പറയണോ? ഇനി ഫങ്ഷൻസ് ഒന്നുകൂടി പറയണോ അവിടെ? വേണ്ട, വേണ്ട. ഓക്കെ, വേസ്റ്റിന്റെ കളയാന്നൊക്കെയുള്ളതാണ്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ആ പോയിന്റ്സുകൾ നോക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. പലതരത്തിലുള്ള ഡയാലിസിസ്. ഒന്നാമത്തെയാണ് ഹീമോഡയാലിസിസ് HD എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ ഹീമോഡയാലിസിസ്? എങ്ങനെ? ഒരു മിഷ്യൻ വഴിയാണ് അല്ലെ. ഡയാലിസിസ് മിഷ്യൻ, സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓഫ് ഡയലൈസർ. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ അവിടെ ചെയ്യുന്നത്? ഡയാലിസിസിൽ ഈ ഹീമോഡയാലിസിസിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു മെഷീൻ ഉപയോഗിച്ചാണ്. അപ്പൊ എന്താ, നമ്മുടെ പേഷ്യന്റിന്റെ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതൊരു മെഷീനിലേക്ക് ഇട്ട് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് ആ വേസ്റ്റിനെ റിമൂവ് ചെയ്തിട്ട് ആ ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കറക്റ്റാം. ഇവിടെ എങ്ങനെയായിട്ട് ഡയലൈസർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഹീമോഡയാലിസിസ് ഇറ്റ്സ് എ കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡയലൈസർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ? അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഈ ബ്ലഡ് എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നതിന് ഒരു അസസ് സൈറ്റ് വേണം. പല മാർഗങ്ങളുണ്ട് അല്ലെ. ഒന്നാമത്തെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. AV ഫിസ്റ്റുല എങ്ങനെയാ? സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആർട്ടറി വെയിൻ തമ്മിൽ സർജിക്കൽ കണക്ഷൻ, സർജറി ആ പിക്ചറിലുണ്ട് അല്ലെ. അതിൽ കൂടിയാണ്, ആ ഫിസ്റ്റുല വഴിയാണ് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത്. അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് എന്താ, ഇപ്പൊ നമ്മൾ ഈ നോർമലി ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സർജറി ചെയ്യേണ്ട വരും. ഈ സർജറി ചെയ്ത് അത് അതിന്റെ വൂണ്ട് ഉണങ്ങി ഓക്കെ ആയതിനു ശേഷമാണ് ഇതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ആ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു മാർഗമാണ് AV ഫിസ്റ്റുല. ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. AV ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. PDF കാണാൻ പറ്റും. ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഷെയർ ചെയ്തുതരാം. കുറച്ച് സമയം അവിടെ സ്റ്റെക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കി ഓക്കെ അല്ലേ എന്ന്? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മിസ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തതാണ്. മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ് കേട്ടോ. AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ഏതെങ്കിലും ചോദിക്കും. പിന്നെ അടുത്തതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. AV ഗ്രാഫ്റ്റ് എങ്ങനെയാ? കണക്ഷൻ തന്നെയാണ്. എന്താണ് അവിടെ? that uses hollow synthetic tube. ആ പിക്ചറിലുണ്ട്. ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ഷൻ ആണ്. പക്ഷെ എന്ത് ഉപയോഗിച്ചിട്ട്? ഒരു ട്യൂബാണ്, ഹോളോ സിന്തറ്റിക് ട്യൂബ്. ട്യൂബാട്ടോ, ആർട്ടറിയോ വീനസ് ഗ്രാഫ്റ്റ്. അപ്പൊ പിക്ചർ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു സർജറിയും ചെയ്ത് അതിന്റെ വൂണ്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞാലാണ് അതിൽ കൂടെ ബ്ലഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡയാലിസിസ് ചെയ്യാൻ ബ്ലഡ് പുറത്തേക്ക് എടുക്കണ്ടേ? അതിനുള്ള അക്സസ് സൈറ്റുകളാണ്. ഒന്നില്ലെങ്കിൽ AV ഫിസ്റ്റുല ചെയ്യാം, അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ്. ഇതൊക്കെ എന്താ പറയാ, ഈ സർജറി രണ്ടും ചെയ്തിട്ട് കുറെ സമയം വേണം ഉണങ്ങി അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഈ സർജറി ചെയ്ത് ചിലപ്പോ 2-3 ആഴ്ച വരാം, 5-6 മാസങ്ങളോളം വരാം. അത്രയും സമയമൊക്കെ നമുക്കത് ഉണങ്ങി അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യത്തില് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസ്കുലർ അക്സസ് കത്തീറ്റർ. വാസ്കുലർ അക്സസ് കത്തീറ്റർ. ഇതെന്താണ് കത്തീറ്റർ? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പില് നീഡില് അല്ലെ. ആ കത്തീറ്റർ നമ്മുടെ എങ്ങോട്ടേക്ക് ഇടുന്നതെന്ന് അറിയോ? നെക്കിലേക്ക്, കഴുത്തിലേക്ക് ആ കത്തീറ്റർ ഇടുകയാണ്. ഇത് ഏതാണ്? ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ് ആണ്. ഇതിൽ കൂടെ ഒരുപാട് നാള് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു കിഡ്നി ഫെയിലിയർ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് നമുക്ക് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറിന് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? വാസ്കുലർ അക്സസ് കത്തീറ്റർ. ബ്ലഡ് എടുക്കണ്ടേ? അക്സസ് സൈറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് പറ്റുള്ളൂ. മറ്റത് രണ്ടും ലോങ് ടേം ഹീമോഡയാലിസിസിനാണ് കേട്ടോ.
ലോങ് ടേം ഡയാലിസിസിനാണ് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും. എന്നാൽ ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിനാണ് ഈ വാസ്കുലർ അക്സസ് കത്തീറ്റർ ഉപയോഗിക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നെക്കിന്റെ അവിടെ ഈ കത്തീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതാക്കും, അതിൽ കൂടെയാണ് ബ്ലഡ് പുറത്തേക്ക് എടുത്ത് ഡയാലിസിസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സെയിം സമയം തന്നെ ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യും. എന്നിട്ട് ആ സർജറി ചെയ്ത് മൂന്ന് തുടങ്ങി നമുക്ക് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാറാകുമ്പോഴത്തേക്കും ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത്രയാണ് മിസ് എടുത്തത്. വാസ്കുലർ അക്സസ് കത്തീറ്റർ വരെ എടുത്തു തന്നു പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? 3 അക്സസ് സൈറ്റുകളാണ്: AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അക്സസ് കത്തീറ്റർ. ഓക്കെ, അപ്പൊ AV ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ഏതാണ്? ലോങ് ടൈം ഹീമോ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന. എന്നാൽ വാസ്കുലർ അക്സസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിന് ഓൺലി ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് കുറച്ച് ഇത് മാത്രമേ അതിൽ കൂടെ അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നാളൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ കൂടെ. ഇനി അടുത്ത് നോക്കി, നെഫ്രോളജിസ്റ്റ്. A nephrologist doctor who specialized kidney problem. അണ്ടർലൈൻ ചെയ്യുന്ന ആ സെന്റൻസ്. നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാണ്? കിഡ്നി പ്രോബ്ലംസ് അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ്. ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം. Or an interventional radiologist. ആരാണ് interventional radiologist? A doctor who utilize medical imaging tool. Interventional radiologist medical imaging tools ഉപയോഗിച്ചുകൊണ്ട് to execute operations നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ആൻഡ് പെർഫോം ദ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ. വീനസ് കത്തീറ്റർ അത് മാറ്റി സ്ഥാപിക്കാനും ഒരു ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റലിലാവാം ഓർ ഔട്ട് പേഷ്യന്റ് സെന്ററിലാകാം. അപ്പൊ ഹോസ്പിറ്റലിലോ ഔട്ട് പേഷ്യന്റ് സെന്ററിലൊക്കെ വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നിർവഹിക്കാൻ പറ്റുന്നത് എന്തുപയോഗിച്ച്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാണ് ആര്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കും. എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലം ഈസ് കോൾഡ് ഡാഷ്. ആരാണ്? നെഫ്രോളജിസ്റ്റ്. A doctor who utilizes the medical imaging tools ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ നിർവഹിക്കാൻ പറ്റുന്ന ആ ഡോക്ടറാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. രണ്ട് അണ്ടർലൈൻ ചെയ്യണം. The patients get local anesthesia and sedation to be calm and relaxed in the course of this procedure. ഇനി എന്താ? ഇതിപ്പോ നേരെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വേദന എടുക്കൂലേ? നല്ല പെയിനാവും. നേരെ കഴുത്തിലൊക്കെയൊക്കെ കുത്തിക്കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ കൈയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇതിക്കടെ ചെയ്യാന്ന് പറയുമ്പോ, അപ്പോ ഈ കാര്യങ്ങള് ഈ നമുക്ക് അസൈറ്റ് റെഡിയാക്കണം ആദ്യം. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യണം? പേഷ്യന്റിന് ലോക്കൽ അനസ്തേഷ്യ, സെഡേഷൻ കൊടുക്കണം. ആ ഭാഗം അവരൊക്കെ മരയിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. സെഡേഷൻ കൊടുക്കോ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കോ ഒക്കെ ചെയ്യണം. അവര് കാമാക്കാൻ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവരെ ശാന്തമാക്കാൻ, റിലാക്സ് ആക്കാനായിട്ട് അനസ്തേഷ്യോ സെഡേഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഓക്കെ, അടുത്ത പാരഗ്രാഫ്. വീനസ് കത്തീറ്റർ ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ലോങ് ടൈം യൂസ്. ഈ കത്തീറ്റർ എന്ന് പറയുന്നത് എന്താ? നമുക്ക് വീനസ് കത്തീറ്റർ ഒരു ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പെർഫെക്റ്റ് അല്ല. അതായത് ഒരുപാട് നാള് ഈ വീനസ് കത്തീറ്റർ നെക്കില് നമ്മൾ പറഞ്ഞില്ലേ, നെക്കിൽ കൂടെ നമ്മള് ബ്ലഡ് എടുക്കുക എന്നുള്ളത്, ട്യൂബ് പ്ലേസ് ചെയ്തിട്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളൊന്നും അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. In the venous catheter, a patient may generate എന്താ? അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ നെക്കി കൂടെ ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ ഈ വീനസ് കത്തീറ്റർ നമ്മൾ ലോങ് ടൈം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ? അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് അങ്ങനെ കൊടുക്കുമ്പോൾ, അങ്ങനെ അതിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഇൻഫെക്ഷൻ, ഇനി എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അണുബാധ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓർ പോസ് ദ വെയിൻ
to marrow in the post the vein to marrow veins ഇടുങ്ങിയതാവാനും ചുരുങ്ങി പോകാനുള്ള അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് നാള് നമ്മൾ ഈ കത്തീറ്ററിൽ കൂടെ ആ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉള്ളത് കൊണ്ട് ഇത് ഈ വീനസ് കത്തീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? വീനസ് കത്തീറ്റർ ലോങ് ടേം യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അങ്ങനെ വീനസ് കത്തീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പേഷ്യൻസിന്റെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ വെയിൻസ് എന്തെങ്കിലും ഒക്കെ അത് ഇടുങ്ങിയതാവാൻ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. However, if a patient wants to start hemodialysis right away, ഇനി ശരിയായ മാർഗത്തിലൂടെ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതുവരേക്കും ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. Venous catheter will work for several weeks or months till a surgeon can do long-term assess surgery and the AV fistula or AV graft has time to mature. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പൊ ഇതിൽ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉള്ളത് കൊണ്ട് അത് റിസ്ക് ആണ്. നമുക്ക് ഒരുപാട് നാള് ഇതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാം? അപ്പൊ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന് ആ സർജറി ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള സമയമില്ലല്ലോ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? വീനസ് കത്തീറ്റർ തൽക്കാലം ഉപയോഗിക്കും. ആ സമയം തന്നെ എന്ത് ചെയ്യും? AV ഫിസ്റ്റുലയോ AV ഗ്രാഫ്റ്റോ ചെയ്ത് അതിന്റെ വൂണ്ട് ഉണങ്ങി അതിൽ കൂടെ നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയം അത് ചെയ്യാൻ പറ്റുന്നത് വരേക്ക് അത് ഉപയോഗിക്കുള്ളൂ. Venous catheter will work for several weeks or months. കുറച്ച് നാളെ മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സർജൻ യൂസ് ചെയ്യാം. ഓക്കെ, 6 months വരെ സെവറൽ മന്ത്സ്. അപ്പൊ അത് അത്ര നമുക്ക് പെർഫെക്റ്റ് അല്ല. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, മറ്റേ AV ഫിസ്റ്റോ ഗ്രാഫ്റ്റോ ചെയ്ത് അതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സമയം വരെ മതി. അത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് അതിൽ കൂടെ തന്നെ ചെയ്യുന്നത് തന്നെയായിരിക്കും ഉചിതം. Both the AV fistula and the graft are outlined for long-term dialysis treatment. Outline ചെയ്തോട്ടോ. AV fistulaയും AV graftum long-term hemodialysis treatmentനാണ് ഉപയോഗിക്കുന്നത്. People who get AV fistula are healed and ready to begin hemodialysis 2 to 3 months after their surgery. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. AV ഫിസ്റ്റുല ചെയ്ത് അത് ആ സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങി അതിൽ കൂടെ ഹീമോഡയാലിസിസ് ചെയ്യാൻ എത്ര നാളെടുക്കും? 2 to 3 months. 2-3 മാസം വേണം. ആ സർജറി ചെയ്ത് 2-3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ AV ഫിസ്റ്റുല കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. People who receive AV graft ആണെങ്കിലോ will be ready 2 to 3 weeks. അതിനധികം സമയം വേണ്ട. 2-3 ആഴ്ച ആകുമ്പോഴത്തേക്കും സർജറി ചെയ്ത് അതിന്റെ മുറിവ് ഉണങ്ങും. അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. AV ഫിസ്റ്റുല ആണ് ഹീൽ ചെയ്യാനായിട്ട് 2 to 3 months after surgery. Then AV graft ആണെങ്കിൽ will be ready in 2 to 3 weeks. 2-3 ആഴ്ചകൾ കൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങി അതേ കൂടെ നമുക്ക് നോർമൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. Catheter are outlined for short time or temporary use. വീനസ് catheter എന്ന് പറയുന്നത് ഷോർട്ട് ടൈം യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? 3 കാര്യങ്ങൾ പറഞ്ഞത്. ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, catheter. ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ആണെങ്കിൽ അത് ലോങ് ടൈം ആണ്. ലോങ് ടൈം ഡയാലിസിസ് ചെയ്യാൻ പറ്റും അതിൽ കൂടെ. എന്നാല് കത്തീറ്റർ ആണെങ്കിൽ ഷോർട്ട് ടൈം യൂസേ പറ്റുള്ളൂ. ഇത് നോർമലി ഇതൊക്കെ ചെയ്ത് ഓക്കെ ആയി ഇതിൽ കൂടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന സമയം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോൾ ഡോക്ടറിന് ഈ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ. അതായത് കത്തീറ്റർ, വീനസ് കത്തീറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ബി എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് PD. ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അവിടെ ക്ലിയർ ആവും. ആ പിക്ചർ ഒന്ന് നോക്കി ജസ്റ്റ്. പെരിറ്റോണിയൽ ഡയാലിസിസ് കണ്ടോ? ഓക്കെ, ഇനി അവിടെ പിക്ചർ ഉണ്ട് നോക്കി. എന്താണ് PD എന്ന് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് PD. The blood is purified inside your own body instead of using a dialyzer machine. ഇവിടെ ഡയാലിസർ എന്ന് പറഞ്ഞ മെഷീൻ വേണ്ട. അതിന് പകരം എങ്ങനെയാ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലുള്ള
ഉള്ളിൽ വെച്ചിട്ട് തന്നെയാ. ഇവിടെ വേറെ മെഷീൻ ഒന്നും വേണ്ട, നമ്മുടെ വയറിന്റെ അകത്ത് വെച്ച് തന്നെയാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇൻസൈഡ് യുവർ ഓൺ ബോഡി. ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയാലിസിസ് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. മറ്റത് നമ്മുടെ ഹീമോഡയാലിസിസ് പറഞ്ഞ മെഷീനാണ് ഡയാലിസിസ് ചെയ്തത്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്തത് മെഷീന്റെ സഹായത്തോടു കൂടിയാ. ഈ അസസൈറ്റിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് മെഷീനിലേക്ക് കൊടുത്ത് ആ മെഷീനാണ് ഡയാലിസിസ് ചെയ്ത് വേസ്റ്റിന്റെ പുറത്ത് കളഞ്ഞിട്ട് തിരിച്ച ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്നത്. അങ്ങനെയായിരുന്നു ഹീമോ ഡയാലിസിസിൽ പറഞ്ഞത്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിലാണെങ്കിൽ ബ്ലഡ് എങ്ങനെയാ പ്യൂരിഫൈ ചെയ്യുന്നത്? ഇൻസ്റ്റഡ് യുവർ ഓൺ ബോഡി ഇൻസൈഡ് യുവർ ഓൺ ബോഡി ഇൻസ്റ്റഡ് ഓഫ് യൂസിങ് എ ഡയാലിസർ മെഷീൻ. അവിടെ ഡയാലിസർ മെഷീൻ വേണ്ട. ആ മെഷീന് പകരം ബ്ലഡ് എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട്. പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ് the blood is purified inside your own body. എങ്ങനെയാ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണേ? നമ്മുടെ ശരീരത്തിന്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ്. ഏതിന് പകരം? ഡയാലിസർ മെഷീൻ ഒന്നും വേണ്ട അവിടെ കേട്ടോ. ഇനി for this kind of dialysis, lining of your abdomen or belly area is used as a filter. അതിനാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. The lining of abdomen or belly area, നമ്മുടെ അബ്ഡോമൻ വയറ് അല്ലെങ്കിൽ belly area or belly area, അതിന്റെ ഒരു ലൈനിങ്, ഒരു പാളി, അതിനാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ആ പെരിറ്റോണിയം എന്ന് പറഞ്ഞ ലൈനിങ് ആണ് എന്ത് ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്, അരിച്ചെടുക്കുന്നത്. ആരാണ്? പെരിറ്റോണിയം. പിക്ചർ ഒന്ന് നോക്കിയേ. ആ പെരിറ്റോണിയം കണ്ടോന്ന് നോക്കിയേ. പെരിറ്റോണിയം, പെരിറ്റോണിയൽ ക്യാവിറ്റി, ആ ലൈനിങ് ആണ്. അബ്ഡോമന്റെ ആ ലൈനിങ്, ബെല്ലി ഏരിയയുടെ ലൈനിങ്. പെരിറ്റോണിയൽ ലൈനിങ് എന്ന് കണ്ടില്ലേ? ആ ലൈനിങ് ആണ് എന്ത് ഫിൽറ്റർ ചെയ്യണത്. നമ്മൾ ചായ അരിക്കൂലേ അരിപ്പയില് വെച്ചിട്ട്, അല്ലെ? ചായ ഉണ്ടാക്കിയിട്ട് അരിപ്പ എടുത്തിട്ട് അരിപ്പയില് ചായ ഒഴിക്കുമ്പോ ആ തരി അവിടെ ഇരിക്കും. ചായ ഇതായിട്ടുള്ളത് പോരും, അല്ലെ? ചായ ഇങ്ങോട്ട് പോരൂലേ? അതുപോലെ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ആരാ അരിക്കുന്ന? ആരാ അവിടെ? ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ. ആ അബ്ഡോമന്റെ ആ ലൈനിങ്, അതിന് പറയുന്ന പേരെന്താണ്? പെരിറ്റോണിയം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? പെരിറ്റോണിയം. പെരിറ്റോണിയം അതാണ് ഫിൽറ്റർ, അതാണ് അരിക്കുന്ന ആള്. ഓക്കെ. ഇനി നോക്കിയേ, ബിഫോർ ബിഗിനിങ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? ഒരു മൈനർ സർജറി ആവശ്യമായിട്ടുണ്ട്. ഒരു ചെറിയൊരു സർജറി ചെയ്യണം. എന്തിനാ? is required to place a catheter or soft tube in your belly. ആ catheter ഇടണ്ടേ? നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് വെക്കണ്ടേ? അല്ലെ? നമുക്ക് ഈ സാധനം ഇങ്ങോട്ട് പുറത്തേക്ക്, നമുക്ക് വേസ്റ്റ് പുറത്തേക്ക് വലിച്ചു കളയണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ സൊല്യൂഷനും അകത്തേക്ക് കൊടുക്കാനായിട്ട് ഒരു എന്താ പറയാ, നമ്മുടെ വയറിന്റെ അവിടെ ഒരു ചെറിയൊരു സർജറി നടത്തിയിട്ടാണ് ഈ കാത്തീറ്റർ വയറ്റിന്റെ അകത്തേക്ക് ഇടുന്നത്. ഒരു പ്രശ്നമില്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നത്, ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ ചെയ്യുന്നേ? ആണോ? ഏത് ഡയാലിസിസാ ചെയ്യുന്നേ? തന്നെയാണോ ചെയ്യുന്നേ? ഇതൊക്കെ ഈ പേഷ്യന്റിന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത്, പെരിറ്റോണിയൽ ഡയാലിസിസ്. ആണോ? ഈ ഡയാലിസിസ് ആണോ? HD ആണോ? കീമോ ഡയാലിസിസ് ആണോ? ഹോസ്പിറ്റലിൽ പോയിട്ടാണോ ചെയ്യുന്നത് തസ്നി? ഹോസ്പിറ്റലിലാണോ? അതെ, ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ഒരിച്ചിരി പേടിയുണ്ടാവും. അല്ലാത്ത നോർമലി സാധാരണക്ക് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. സിസ്റ്റർ ലോയുടെ ഫാദറിനാണ് തസ്നിയുടെ സിസ്റ്റർ ലോയുടെ ഫാദറിന്റെ ഫാമിലി. സിസ്റ്റർ ലോയുടെ ഫാദറിനാണോ? ഓക്കെ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞത് ഈ നമുക്ക് ഈ സൊല്യൂഷൻ അകത്തേക്ക് കയറ്റാനും അതുപോലെ തന്നെ ഇത് വേസ്റ്റ് പുറത്തേക്കൊക്കെ കളയാനായിട്ട് എന്ത് ചെയ്യണം?
ഇത് അകത്തേക്ക് എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ അബ്ഡോമൻ അവിടെ ഒരു ചെറിയ കത്തീറ്റർ പ്ലേസ് ചെയ്യണം, ഒരു ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ഒരു ചെറിയ സർജറി വേണം. അപ്പൊ ആദ്യം എന്താണ് പെട്രോളിയം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സർജറി ചെയ്ത് ഈ ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കും. ക്ലിയർ ആയോ? ആദ്യം ഈ സർജറി ചെയ്ത് ഒരു ഈ ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. പിന്നെ നോക്കിയേ, അപ്പൊ ഒരു മൈനർ സർജറി വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ സോഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ കത്തീറ്റർ നമ്മുടെ വയറ്റിലേക്ക് വെക്കും, ബെല്ലിയിലേക്ക് വെക്കും. In the course of each treatment, the belly area is little filled by dialysate. ഇനി എന്താണെന്നറിയോ, ഒരു ഈ നമ്മുടെ ആ വയറിന്റെ അകത്തേക്ക് ഒരു ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ നിറയ്ക്കും. അതെന്താ? A cleansing fluid made up from the mixture of water, salt and other additives. ഇതൊക്കെയുള്ള ഒരു ഫ്ലൂയിഡ് ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. ഒരു ബാഗില് ഡയലൈസേറ്റ് ഉണ്ടാവും, അത് വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. ഓക്കെ, ഡയലൈസേറ്റ് വയറ്റിന്റെ അകത്തേക്ക് ഏതി കൂടെ? ആ ട്യൂബിൽ കൂടെ. ഇപ്പൊ ബാഗിൽ ഡയലൈസേറ്റ് ഉണ്ടെങ്കിൽ ആ ട്യൂബ് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ ട്രിപ്പ് ഒക്കെ ഇടൂലേ, നമ്മുടെ ബോഡിയിലേക്ക് ഇത് സൊല്യൂഷൻ കയറൂലേ, അതുപോലെ ആ ട്യൂബിന്റെ അടപ്പുണ്ട്. ആ ട്യൂബിന്റെ ക്യാപ്പ് തുറന്നിട്ട് ഈ ബാഗിൽ നിന്ന് ഈ സൊല്യൂഷൻ നമുക്ക് വയറ്റിന്റെ അകത്തേക്ക് ഒഴിക്കും, നിറയ്ക്കുകയോ ചെയ്യുന്ന ഡയലൈസേറ്റ് ത്രൂ എ കത്തീറ്റർ. ഏതിൽ കൂടെ? ആ കത്തീറ്റർ വഴി ഈ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. As blood flows normally through the area. അപ്പൊ എന്താ? ബ്ലഡ് ഒക്കെ ആ ഫ്ലൂയിഡ് വയറ്റിന്റെ അകത്തേക്ക് നിറച്ചു. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഇനി എന്താ? ബ്ലഡ് ബോഡിക്ക് ആ ഏരിയയിലേക്ക് വരും അല്ലെ? അത് നമ്മൾ സൊല്യൂഷൻ നിറച്ച് ഇരിക്കണല്ലേ, അപ്പൊ വലിയ ഏരിയ അവിടെ സൊല്യൂഷൻ ഉണ്ട്. ആ ഏരിയയിലേക്ക് ബ്ലഡ് വരുമ്പോൾ എന്താ പറ്റുന്നേ? Extra fluids and waste products are pulled out the blood vessel. ബ്ലഡ് വെസലിൽ നിന്ന് ഈ ബ്ലഡിലുള്ള എക്സ്ട്രാ വേസ്റ്റും ഈ ഫ്ലൂയിഡും ഒക്കെ ഇങ്ങനെ പുള്ളി ചെയ്തും ആ ഫ്ലൂയിഡ് ഇങ്ങനെ വലിച്ചെടുക്കും. മനസ്സിലായോ? ബ്ലഡ് വെസലിന് അവിടെയുള്ള ബ്ലഡിലെ എക്സ്ട്രാ ഫ്ലൂയിഡും വേസ്റ്റും ഒക്കെ ഈ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഇങ്ങോട്ട് വലിച്ചെടുക്കും. കാന്തം സാധനങ്ങൾ ഇരുമ്പിനെയൊക്കെ അട്രാക്ട് ചെയ്യില്ലേ, അതുപോലെ ആ സൊല്യൂഷൻ അവിടെ കയറിയിട്ട് വയറ്റിന്റെ അകത്ത് എടുത്തിട്ട് ആ ഏരിയയിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസലിൽ നിന്ന് എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റും ഒക്കെ ആ സൊല്യൂഷൻ വലിച്ചെടുക്കും. ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. എന്തുപോലെ? മാഗ്നറ്റ് പോലെ. കാന്തം ഇരുമ്പിനെയൊക്കെ അട്രാക്ട് ചെയ്യൂലേ സാധനങ്ങളൊക്കെ, അതുപോലെ ആ സൊല്യൂഷൻ ഈ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ഫ്ലൂയിഡ് വേസ്റ്റിനെയൊക്കെ വലിച്ചെടുക്കും. ബ്ലഡിൽ നിന്നുള്ള ബ്ലഡ് വെസലിൽ കൂടെ വലിച്ചെടുക്കും. ഇനി എന്നിട്ട് എന്താ? ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, ഇത് കുറച്ച് സമയം ഇങ്ങനെ ആ പ്രോസസ് നടക്കും. ദ ഫ്ലൂയിഡ് മിക്സർ ഈസ് എംപയർഡ് ഔട്ട്. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലൂയിഡില്ലേ, അതായത് ആ സൊല്യൂഷൻ നമ്മൾ ഡയലൈസേറ്റ് കയറ്റി ഡയലൈസേറ്റ് ഇതൊക്കെ വലിച്ചെടുത്തു, അത് പുറത്തേക്ക് കളയാം. ഫ്രം യുവർ ബെല്ലി യൂസിംഗ് ദ സെയിം catheter and bag that was used in the beginning of the treatment. ആ ട്രീറ്റ്മെന്റിന് ആദ്യം നമ്മൾ ഉപയോഗിച്ചില്ലേ ആ സെയിം catheter കൂടെ തന്നെ 3-4 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് ആ ബാഗിലേക്ക് തന്നെ നമുക്ക് അത് കളക്ട് ചെയ്യാം, വേസ്റ്റിനെ കളക്ട് ചെയ്യാം. പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഓൾമോസ്റ്റ് എനിവെയർ. എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്ത് മതി? ഇഫ് യു ഹാവ് ദ സപ്ലൈസ് നീഡഡ് ടു ഡു ദ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സപ്ലൈ ഉണ്ടെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ആ പിക്ചർ ഇനി ഒന്ന് നോക്കിയാൽ നിങ്ങള് ഡയാലിസിസ് സൊല്യൂഷൻ കണ്ടോ? ഡയാലിസിസ് സൊല്യൂഷൻ ആണ് ഡയാലിസേറ്റ്. ആ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? കണ്ടോ? കത്തീറ്ററിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് നിറച്ചു പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ കിടക്കുന്നുണ്ട്. ആ ഭാഗത്ത് അവിടെ പെരിറ്റോണിയൽ ലൈനിങ് കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ബ്ലഡ് വരുമ്പോൾ ബ്ലഡ് വെസലിൽ നിന്ന് എക്സ്ട്രാ വാട്ടറും ഫ്ലൂയിഡും ഒക്കെ ആ സൊല്യൂഷൻ ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ വലിച്ചെടുക്കുന്നു. എന്നിട്ട് തിരിച്ച് ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ ഇവിടെ വേറെ ബാഗിലേക്ക് കളക്ട് ചെയ്യണമെന്നാണ്. നമ്മൾ ആദ്യം ഉപയോഗിച്ച ആ ബാഗിലേക്ക് തന്നെയാണെങ്കിലും കളക്ട് ചെയ്യാം. ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അങ്ങനെ വേസ്റ്റിനെ പുറത്ത് കളയാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ? പെരിറ്റോണിയൽ ഡയാലിസിസ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
പിന്നെ ആ ലൈനിങ്ങിന്റെ പേര് പെരിറ്റോണിയം, അണ്ടർലൈൻ ചെയ്തത് കേട്ടോ, പെരിറ്റോണിയം. ആ സൊല്യൂഷൻ ഏതാണ്? ഡയലൈസേറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫിൽഡ് ബൈ ഡയലൈസേറ്റ്. അതെന്താ? ലിക്വിഡ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം ദ മിക്സ്ഡ് വാട്ടർ, സോൾട്ട്, അതർ അഡിറ്റീവ്സ്. അഡിറ്റീവ്സ് കൂടുതലായി വരുന്ന വാട്ടർ, സോൾട്ട്, ഇതൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. അത് നിറയ്ക്കും, കത്തീഡ്രൽ കൂടെ നിറയ്ക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? ആദ്യം പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്താ, ഒരു ചെറിയ സർജറി ചെയ്തു, കത്തീറ്റർ വെള്ളിയിലേക്ക് വെച്ചു. അതിനുശേഷം ഡയാലിസേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മള് ഏതാണ്, വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും ആ കത്തീറ്ററിലൂടെ. അപ്പൊ അവിടെ എന്തുണ്ട്? പെരിറ്റോണിയം. അതാണ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പെരിറ്റോണിയം ക്യാവിറ്റി, പെരിറ്റോണിയം ഉണ്ട്. അപ്പോ അവിടെ ആ ഭാഗത്ത് ആ നമ്മുടെ ഡയാലിസേറ്റ് സൊല്യൂഷൻ, ആ ക്യാവിറ്റി, പെരിറ്റോണിയൽ ക്യാവിറ്റി കണ്ടില്ലേ, അവിടെ സൊല്യൂഷൻ ഉണ്ട്. ആ ഭാഗത്തേക്ക് ബ്ലഡ് വരുമ്പോൾ ബ്ലഡ് വെസലിൽ നിന്നും എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഫ്ലൂയിഡും വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഈ ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഇങ്ങ് വലിച്ചെടുക്കും. മാഗ്നറ്റ് പോലെ സൊല്യൂഷൻ വലിച്ചെടുക്കും. ഒരു 3-4 മണിക്കൂർ അത് കഴിയുമ്പോഴേ ഡയാലിസിസ് കംപ്ലീറ്റ് ആകും. എന്നിട്ട് ആ വേസ്റ്റ് ഒക്കെ ഉള്ള സൊല്യൂഷനിൽ തിരിച്ച് ആ സെയിം കത്തീഡ്രലിൽ കൂടെ തന്നെ ആ ബാഗിലേക്ക് കളക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിന്റെ സപ്ലൈ കിട്ടിയാൽ മതി. സൊല്യൂഷൻ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല ഇത് ചെയ്യാനായിട്ട്, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ആ കത്തീറ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ക്യാപ്പ് മാറ്റുക, സൊല്യൂഷൻ നിറയ്ക്കുക, എന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഈ ട്രിപ്പ് ഇങ്ങനെ ഡയാലിസിസ് അവിടെ കിടന്ന് നടന്നോളൂ. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് നമ്മൾ പല ജോലിക്കും പോകൂലേ, മെഷീനിൽ അവിടെ പണി എടുത്തോളൂ എന്ന് പറയുന്നാലേ, അതുപോലെ തന്നെയാ ഈ സൊല്യൂഷൻ വയറ്റിൽ നിറച്ചെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് കളിക്കാം, കുളിക്കാം, എവിടെ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. അത് വയറ്റിന്റെ ഉള്ളിൽ കിടന്ന് തന്നെ എന്താ ഡയാലിസിസ് തന്നെ ചെയ്തോളൂ. അത് നമുക്ക് വേറെ എന്താ ഇറിറ്റേഷനോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നോർമൽ വർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ല. ഇനി എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്? പല തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കൊടുത്തേക്കണേ. ഈ 3 എക്സ്പാൻഡഡ് ഫോം ആദ്യം തന്നെ പഠിച്ചു വെക്കണം. ഏതെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ, CAPD, CCPD, IPD. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 തരത്തിലുണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ബോഡി തന്നെ ചെയ്യണയാണ്, മെഷീൻ ഒന്നും ഇല്ലാതെ ബോഡി തന്നെ ചെയ്യുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് നമുക്ക് 3 തരത്തിലുണ്ട്. ഒന്നാമത്തെയാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. ഇതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD. Does not need a machine. ഇവിടെ എന്താ, മെഷീൻ വേണ്ട. Does not need the machine. ഇവിടെ മെഷീന്റെ ആവശ്യമില്ല. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 to 5 times a day. എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം നടക്കും? 3 to 5 times. 3, 4, 5. അത് എന്താ അവർക്കുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വേസ്റ്റ്, എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അവർക്കുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ പറയും എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് കേട്ടോ. 3 to 5 times a day ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്, സ്പീക്കിംഗ് അവേഴ്സ്. നമ്മുടെ എണീക്കുന്ന സമയം മുതൽ നമുക്ക് 3, 5 പ്രാവശ്യം, 3, 4, 5 പ്രാവശ്യം ഇത് ചെയ്യേണ്ട വരും. മെഷീന്റെ ആവശ്യമൊന്നുമില്ല, എക്സ്ചേഞ്ച് നടക്കും. ക്ലിയർ ആണോ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ എണീക്കുന്ന സമയം മുതൽ ഡയാലിസിസ് 3, 4, 5 പ്രാവശ്യം ചെയ്യേണ്ടി വരും. വേറെ മെഷീന്റെ ആവശ്യകത ഒന്നും അവിടെ ഇല്ല. ഇനി രണ്ടാമത്തെയാണ് CCPD എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, എന്താണ് എക്സ്പാൻഡഡ് ഫോം? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് cyclic peritoneal dialysis, CCPD. Need the use of a particular dialysis machine that can be used in the home. നമുക്ക് വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഡയാലിസിസ് ചെയ്യാനല്ല കേട്ടോ മെഷീൻ. ഇത് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാ. ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ. അല്ലാതെ ഡയാലിസിസ് ചെയ്യാനുള്ള
initiate in the use of a particular dialysis machine that can be used in the form. നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ വേണം. ഡയാലിസിസ് മെഷീൻ എന്ന് പറയുന്നത് ഡയാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ അല്ല. ആ മെഷീനിൽ നമുക്ക് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. എന്തിനാന്നൊക്കെ ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് പെർഫോം ഓട്ടോമാറ്റിക്കലി. ഇത് നമുക്കത് സെറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. when the patient is sleeping, പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും നമുക്ക് അതിനകത്ത് ആ മെഷീനിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പെർഫോം ചെയ്തോളും. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും ചെയ്യണ്ട. മനസ്സിലായോ? അതാണ് കണ്ടിന്യൂസ് ആണ് അവിടെ. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അവിടെ എന്താണ്, പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡയാലിസിസ് നടന്നുകൊള്ളും. This type of dialysis is performed. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടോ അവിടെ. This type of dialysis is performed automatically when the patient is sleeping. അതിനകത്ത് ഏത് ടൈപ്പ് ഡയാലിസിസ് ആ? CAPD, CCPD, IPD, none of the above. ഏതാണ്? പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്തുകൊള്ളും. അപ്പൊ അവിടെ ഇതൊക്കെ ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ വേണം. ടൈം സെറ്റ് ചെയ്യാനാണ് മാത്രം. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർമിറ്റന്റ് ഇടവിട്ട്, ഇന്റർമിറ്റന്റ് ഇടവിട്ട്, ഇന്ററപ്റ്റഡ് അത് ഇടവിട്ടാണ്. നമുക്കത് കണ്ടിന്യൂസ് അല്ല. അത് നോക്കിയേ, യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD but the treatment will be longer. ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. IPD can be done at home, വീടുകളിൽ ചെയ്യാം. ബട്ട് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലാണ് പക്ഷെ ചെയ്യാറ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, വീടുകളിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ സാധാരണയായിട്ട് ഹോസ്പിറ്റൽ അതെന്ന് വെച്ചാൽ കുറെ സമയം വേണമെന്ന്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് IPD CCPD പോലെ തന്നെ അതേ സെയിം ടൈപ്പ് മെഷീൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ. പക്ഷെ കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ലോങ്ങർ ആണെന്ന്. അത് വീടുകളിൽ ചെയ്യാം, അതുപോലെ സാധാരണയായിട്ട് ഹോസ്പിറ്റലിലാണ് അത് ചെയ്യാറ്. മൂന്നും എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക കേട്ടോ, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി the supplies and the equipments needed, duration of each treatment and the number of treatment per day will differ depending on the type of PD you are using and your medical condition. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വ്യത്യാസം തോന്നുന്നു. ഇനി ആവശ്യത്തിനുള്ള സപ്ലൈ നമുക്ക് കിട്ടുകയാണ്. നമുക്ക് എന്തൊക്കെ വേണം ഈ ഡയാലിസിസ് ചെയ്യാനായിട്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സ്, എന്തൊക്കെ സപ്ലൈ ആണ് ആവശ്യം, അത് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, എത്ര സമയം ചെയ്യണം, എത്ര പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എത്ര പ്രാവശ്യം നടത്തണം, ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇതെല്ലാം വ്യത്യാസപ്പെടും. എല്ലാ പേഷ്യൻസിനും ഒരുപോലെയല്ല. ഇപ്പൊ ഏത് ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും സപ്ലൈയും വേണ്ടത്. അപ്പൊ ഈ ഡയാലിസിസ് ചെയ്യാനുള്ള സപ്ലൈ എക്യുപ്മെന്റ്സ്, ആവശ്യമായിട്ടുള്ള സപ്ലൈയും എക്യുപ്മെന്റ്സുകളും, പിന്നെ അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ്, ദ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്, എത്ര പ്രാവശ്യം ചെയ്യണം, ഇതെല്ലാം പേഷ്യന്റ് വൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ട്രീറ്റ്മെന്റിന്റെ, നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ നമ്പർ, എണ്ണം, ചിലപ്പോ ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും. പക്ഷെ ചിലർക്ക് വേസ്റ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോ 4 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അത് വ്യത്യാസമായിരിക്കും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, അതിന്റെ ഡ്യൂറേഷൻ, ഇത്ര സമയം, അത്, പിന്നെ എക്യുപ്മെന്റ്സും, ഇതെല്ലാം ആ പേഷ്യന്റിന്റെ ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതിനെയൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. Normally, this process takes a few hours and required to be repeated 4 to 6 times
പെർ ഡേ. എത്ര പ്രാവശ്യം പറഞ്ഞേക്കണേ? കുറച്ച് സമയങ്ങൾ വേണം ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ. പിന്നെ അത് എത്ര സമയം? 6 times per day or to 6 times. 4 മുതൽ 6 പ്രാവശ്യം വരെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. നോർമലി സാധാരണ കേസിലാണ് കേട്ടോ. Take a few hours and required to be repeated 4 to 6 times per day. ഒരു ദിവസത്തില് 4 മുതൽ 6 പ്രാവശ്യം വരെ ഇത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? ഓക്കെ. പിക്ചറും ഒന്ന് നോക്കിയോ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞു. 3 തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് എക്സ്പാൻഡഡ് ഫോംസും നമ്മൾ നോക്കി വെക്കണം അവിടെ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ ഏതാ? ഹീമോ ഡയാലിസിസ്. അവിടെ എങ്ങനെയായിരുന്നു? മെഷീൻ ബ്ലഡ് നമ്മൾ ഏതെങ്കിലും AV പിസ്റ്റിലോ AV ഗ്രാഫ്റ്റോ കത്തീറ്ററോ ഏത് അസസൈറ്റ് ആണെങ്കിലും അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് മെഷീനിലേക്ക് ഇട്ടു, ബ്ലഡ് പ്യൂരിഫൈ ചെയ്തു, തിരിച്ച് വേസ്റ്റുകൾ പുറത്തേക്ക് കളഞ്ഞു, ബ്ലഡ് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കയറ്റും. അവിടെ മെഷീൻ ഉപയോഗിച്ച. രണ്ടാമത്തെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ മെഷീൻ ഒന്നും വേണ്ട. എങ്ങനെയാണ്? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് ഡയാലിസിസ് നടത്തുന്നത്. പെരിറ്റോണിയം ക്യാവിറ്റി, നമ്മുടെ അബ്ഡോമന്റെ ലൈനിൽ പെരിറ്റോണിയമാണ് ഫിൽറ്റർ ആയിട്ടിരിക്കുന്നത്. അതിലേക്ക് കത്തീറ്ററിൽ കൂടെ സൊല്യൂഷൻ അകത്തേക്ക് കടത്തുന്നു, ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ അകത്തേക്ക് കടത്തുന്നു. ആ സൊല്യൂഷൻ ഉള്ള സ്ഥലത്തേക്ക് ബ്ലഡ് വരുമ്പോഴത്തേക്കും ആ ബ്ലഡിലെ എക്സ്ട്രാ ഫ്ലൂയിഡ് വേസ്റ്റിനെ ഒക്കെ ആ സൊല്യൂഷൻ, ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്ത് ചെയ്യും? മാഗ്നറ്റ് പോലെ ഇങ്ങോട്ട് അത് വലിച്ചെടുക്കും, അബ്സോർവ് ചെയ്തെടുക്കും. എന്നിട്ട് അത് നമ്മൾ പുറത്തേക്ക് കളയും. അതിന്റെ 3 ടൈപ്പാ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കിയേ, മൂന്നാമത്തത് എന്താണ്? CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. PD പെരിറ്റോണിയൽ ഡയാലിസിസ്, HD ഹീമോഡയാലിസിസ്, CRRT എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. Therapy is used mainly in the intensive care unit for people with a severe kidney failure. അപ്പൊ ഈ തെറാപ്പി എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ഒക്കെ ആയിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അവിടെ കിടക്കുന്ന പേഷ്യൻസ്, അങ്ങനെ കിഡ്നി ഫെയിലിയർ സിവിയർ ആയിട്ട്, രോഗം അതിതീവ്രമായിട്ട് അങ്ങനെ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഉപയോഗിക്കുന്നതാണ് CRRT. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. അപ്പൊ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആണെന്ന് ചോദിക്കാം കേട്ടോ. മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ഏതാണ്? CRRT ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് ഈ CRRT അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഹീമോഫിൽട്രേഷൻ. ഇവിടെ എന്താ ചെയ്യണേന്ന് അറിയോ? A machine passes the blood through a tube. ഒരു മെഷീൻ ബ്ലഡിലേക്ക് പാസ് ചെയ്യും. ഏതിക്കൂടെ? ട്യൂബിൽ ഒരു മെഷീൻ ബ്ലഡിലേക്ക് പാസ് ചെയ്യും. Then a filter then eliminate the waste products and it filtrate and eliminate the waste. ആ മെഷീൻ എന്ത് ചെയ്യും അറിയോ? അത് വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ വാട്ടറിനെ ഒക്കെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അത് ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് എടുക്കും. Eliminate waste products and water. A machine passes the blood through a tube. It filter and eliminate. അങ്ങനെയാണോ ടെക്സ്റ്റിൽ കൊടുത്തേക്കണേ? It filter and eliminate. അങ്ങനെയാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ? ഫിൽറ്റർ then എന്നാണോ? അത് ഫിൽറ്റർ ചെയ്യും ആ മെഷീൻ. ഒരു മെഷീൻ നമ്മളെ ട്യൂബ് വഴി ബ്ലഡിലേക്ക് കയറ്റു എന്നല്ലേ പറഞ്ഞത്? It filters and eliminate. It filters and eliminate the waste products and water. അത് ആ മെഷീന് എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് വേസ്റ്റ് പ്രൊഡക്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും. അത് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ICUയിൽ കിടക്കുന്നതാണ്. ഇറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് എലിമിനേറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ, വേസ്റ്റ് പ്രൊഡക്ട്സ് വാട്ടറിനെയൊക്കെ അത് ഫിൽറ്റർ ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ദ ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി. ഫിൽറ്റർ ചെയ്തല്ലോ,
ഓക്കെ, അത് ഫിൽറ്റർ ചെയ്തല്ലോ, ആ ഫിൽറ്റർ ചെയ്ത് ആ മെഷീൻ ഫിൽറ്റർ ചെയ്ത് കളയും. എന്നിട്ട് എന്താണ് ആ ബ്ലഡ് തിരിച്ച് എന്ത് ചെയ്യും? ബ്ലഡ് ഈസ് റിട്ടേൺ ടു ദ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക് തന്നെ ബ്ലഡ് കയറ്റും. together with the replacement fluid the procedure is discharged or performed എത്ര സമയം? 12 to 24 hours a day, normally every day. കണ്ടോ, ഇത് കുറച്ച് സമയമല്ല, 12 മുതൽ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ഇത് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഐസിയിൽ കിടക്കുക, അത്രയും സിവിയർ ആയിട്ട് ഇരിക്കുകയാണ്, കിഡ്നി ഫെയിലിയർ, കിഡ്നി ഡാമേജ് ആയിട്ട് കിഡ്നിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കൂടുതൽ സമയം മണിക്കൂറുകൾ അത് ചെയ്യണം. നോർമലി എവരി ഡേ, ഒരു ദിവസം മുഴുവനും നമ്മളത് ചെയ്യും. അതെങ്ങനെയാ? വിഷയനാണ് നമുക്ക് ബ്ലഡിലേക്ക് ഒരു ട്യൂബ് വഴി കടത്തിവിടുന്നത്. അത് എലിമിനേറ്റ് ചെയ്തോളും. ആ വിഷയം എലിമിനേറ്റ് ചെയ്യുന്നു വേസ്റ്റ് പ്രൊഡക്ട്സിന്റെ വാട്ടറിനെ. എന്നിട്ട് തിരിച്ച് ആ ബ്ലഡ് അയാളുടെ ശരീരത്തിലേക്ക് തന്നെ എന്ത് ചെയ്ത് കൊടുക്കുന്നു. ഈ പ്രൊസീജിയർ 12 മുതൽ 24 മണിക്കൂർ വരെയും നോർമലി എവരി ഡേ, എല്ലാ സമയത്തും ഈ പ്രൊസീജിയർ ചെയ്യുന്നുള്ളത്. ക്ലിയർ ആണോ? CRRT. അപ്പൊ ഇത്രയും നിങ്ങൾ അതിനകത്ത് നോക്കേണ്ടത്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഐസിയിൽ കിടക്കുന്ന, സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് കിടക്കുന്ന, ഐസിയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യുന്നത്? CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. CRRT ആണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ്? ഈ നമ്മള് ഈ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ്. The following steps can help increase the effectiveness of your dialysis treatment. ഇത് നമ്മൾ വെറുതെ ഞാൻ ഡയാലിസിസ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. എന്താണ് അതിന്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതെങ്കിൽ എന്താണ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. The following steps can help. ഈ പറയുന്ന സ്റ്റെപ്സ് നമ്മളെ സഹായിക്കും. എന്തിന്? Increase the effectiveness of your dialysis ട്രീറ്റ്മെന്റ്. നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടാനായിട്ട് ഈ പറയുന്ന സ്റ്റെപ്പുകൾ നമ്മളെ സഹായിക്കും. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താലാണ് ആ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പൊ ഡോക്ടർ നമ്മളെ സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, സിംറ്റംസ് കണ്ടു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത ഡിസീസ് പറഞ്ഞു മെഡിസിൻ തന്നു. മെഡിസിൻ തരുമ്പോൾ തന്നെ പറയും ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. ചില ഇത് പറയുമ്പോ മെഡിസിൻസ് കഴിക്കുമ്പോ പറയാറില്ലേ ഇത് ഒഴിവാക്കണം കേട്ടോ, ഇനിയിപ്പോ ടാബ്ലറ്റ് കഴിക്കണ വരെ ഈ ഫുഡ് കഴിക്കരുതെന്നൊക്കെ പറയും. നമ്മൾ ഒരു കാര്യം ചെയ്ത ടാബ്ലറ്റും കഴിച്ചു, ആ ഫുഡും കഴിച്ച പ്രയോജനം ഉണ്ടോ? അപ്പൊ നമ്മൾ ആ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അതായത് അതിന് ചിലപ്പോ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ചിലപ്പോ എന്തെങ്കിലും നമുക്ക് ഇത്. അതുകൊണ്ടാണ് ഡോക്ടർ എടുത്ത് പറയുന്നത് ഇന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കേട്ടോ, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്ന വഴിയാൻ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു കഴിഞ്ഞാലോ കാര്യമില്ല. അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചാൽ മാത്രം വേണ്ട. ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ആണ്, ഷുഗർ നല്ല കൂടുതലാട്ടോ, എന്നിട്ട് ഡോക്ടർ ടാബ്ലറ്റ് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻസുലിൻ എടുക്കുക. അതിന്റെ ഒപ്പം തന്നെ കുറെ ഷുഗർ റിച്ച് ആയിട്ടുള്ള ലഡു, ജിലേബി അങ്ങനെയുള്ള പായസം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ട് ആ മരുന്ന് കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുമ്പോഴെന്താ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതും കൂടി ചെയ്താലാണ് നമുക്ക് അതിന് കറക്റ്റ് പ്രയോജനം കിട്ടുള്ളൂ അല്ലേ? നമ്മൾ അത് വെറുതെ മെഡിസിൻസ് അല്ലെങ്കിൽ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ്, അതായത് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല് അതും കൂടി ചെയ്താലാണ് നമുക്ക് ഡയാലിസിസിന്റെ പൂർണ്ണത കിട്ടുള്ളൂ. അത്രയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെയാണ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഒന്നാമത്തെ കാര്യമാണ് എന്താ, നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിരിക്കണം. എങ്ങനെ? ആസ് പെർ ടു റെക്കമെൻഡഡ് ഷെഡ്യൂൾ. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ഇത്ര പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാവശ്യം ചെയ്യണം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വിടുക ഒരു പ്രാവശ്യം ഒരു ദിവസം 3 പ്രാവശ്യം ചെയ്യണം, 4 പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. എന്നാലാണ് ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അസുഖം വന്നോ, ഹോസ്പിറ്റലിൽ പോയി, പനി വന്നോ, ടാബ്ലറ്റ് വന്നോ, ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ളതാണ്.
ആദ്യത്തെ ദിവസം കൃത്യമായിട്ട് കഴിക്കും. ശരിയല്ലേ? നമുക്ക് പനിയുണ്ട്, അസുഖമുള്ള, ഭയങ്കര പെയിനാണ്, ഭയങ്കര മേലുവേദന, ശരീരവേദന, അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിക്കണം എന്ന് പറഞ്ഞ മരുന്ന് മേടിച്ചു കൊണ്ടുവരും. ഓക്കെ, പ്രത്യേകിച്ച് അമ്മമാർക്കുടെ ഇത് കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് കഴിക്കും. രണ്ടാമത്തെ ദിവസം വേണമെങ്കിൽ ഓക്കെ, മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മള് ചിലപ്പോ 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പോ 2 നേരം മറന്നു പോകും നമ്മള് ഈ പണിയൊക്കെ എടുത്ത് നടക്കണേന്റെ ഇടയ്ക്ക്, അല്ലേ? 4ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ അതല്ലേ ലാസ്റ്റ് ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. 4ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ പിന്നെയും മറന്നു. നമ്മുടെ കാര്യം നമ്മൾ പിന്നെയും ശ്രദ്ധിക്കില്ല. എന്നാൽ മക്കളുടെയും ഹസ്ബൻഡിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ നമ്മളത് ഓർത്ത് കൊടുക്കും, അല്ലേ? പിള്ളേർക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മളത് എടുത്ത് ഓർത്ത് കൊടുക്കും. സത്യമാണ്. ആദ്യം ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. നമ്മളാവുമ്പോ നമ്മുടെ കാര്യം, അപ്പൊ നമ്മളവിടെ പണിയെടുത്ത് ഒക്കെ തിരക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളത് കഴിക്കൂല. നമ്മൾ ആ ഡോസ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യില്ല. ഞാനും കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഉണ്ടാവും ഒറ്റ ടാബ്ലറ്റിന്റെ സ്ലിപ്പിന് ഫുള്ളായിട്ട് തീർന്നിട്ട് ഞാനും കഴിക്കാറില്ല. ലാസ്റ്റ് എത്തുമ്പോ അറിയില്ല എന്ന് പറയും. ഹസ്ബൻഡ് എന്നിട്ട് വഴി പറയും, നിങ്ങൾക്ക് ആ ടാബ്ലറ്റ് നല്ലതാ, കറക്റ്റ് കഴിക്കാൻ പാടില്ല. ലാസ്റ്റ് എത്തുമ്പോ നമ്മള് മറന്നുപോകും ലാസ്റ്റ് ടാബ്ലറ്റ് ഇഷ്ടമല്ലാത്ത. ഓക്കെ, ജോലിക്ക് പോയെങ്കിൽ വിളിച്ചോ ഓർമ്മിപ്പിക്കും. വിളിച്ചോർമ്മിപ്പിക്കും. എന്തായാലും നമ്മൾ അങ്ങനെ അധികം കഴിക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് നമ്മളത് കുറെ നാളൊക്കെ എടുത്തിട്ട് ആ സ്ലിപ്പ് എടുത്ത് കളയുമ്പോ അതിനകത്ത് ഒരു ടാബ്ലറ്റ് ഇങ്ങനെ ബാക്കി ഉണ്ടാവൂലേ, അത് പൂർണ്ണമായിട്ട് കഴിക്കാം. പക്ഷെ അങ്ങനെ അതുകൊണ്ട് പ്രയോജനം ഇല്ല നമുക്കത്. ടാബ്ലറ്റ് കഴിക്കില്ല, അവരുടെ കുട്ടി ഇവിടെ ഉണ്ട് ടാബ്ലറ്റ് കഴിക്കുന്നെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കോഴ്സും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതായത് അവര് പറയുന്നത് ഇപ്പൊ 5 ദിവസം കഴിക്കണം എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊടുക്കാതെ കഴിച്ചാലാണ് നമുക്ക് ആ പ്രയോജനം കിട്ടുള്ളൂ. നമ്മൾ ആ ടാബ്ലറ്റ് കഴിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഓർത്ത് ശ്രദ്ധിച്ച് കഴിക്കാം. ഡയാലിസിസിന് പറഞ്ഞിട്ട് എന്താ, അവര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ ഡയാലിസിസിന്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടുള്ളൂ. ഒരു പോയിന്റ് ആട്ടോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ആഴ്ച നമുക്ക് വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. 3 ദിവസവും പറഞ്ഞില്ലേ, നമുക്ക് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഉണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം അപ്പോൾ എല്ലാ ചാപ്റ്ററും കഴിയും. എന്നിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. എല്ലാവരും ഒക്കെ പോയി വേഗം ഫുഡൊക്കെ കഴിച്ചേ, പോയി ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണേ. Thank you.